1948 പ്രാരംഭം കുറിച്ച സ്ഥാപനം 76 വർഷം പിന്നിടുന്നു. മാരാമൺ കൺവെൻഷൻ നമുക്കറിയാം. കൺവെൻഷനോടനുബന്ധിച്ചുള്ള ഒരു ആഫ്റ്റർ ഇമ്പാക്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥാപനയുടെ ആരംഭം. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ധാരാളം യാചകരായിട്ടുള്ള ആൾക്കാർ അവിടെ വരുമാനം. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടവരുടെ മനുഷ്യ സ്നേഹിക്കാൻ ഇവരെ കരുതണം എന്നുള്ള ആഗ്രഹത്തിൽ അവർക്ക് ആദ്യം വഴിയിൽ കടന്ന് ഫെബ്രുവരി മാസം ചൂടിലൊക്കെ വഴിയിൽ കടന്നുകൊണ്ട് അവരെ പല ശബ്ദങ്ങളുണ്ടാക്കും. ചെണ്ട കൊട്ടും, പാത്രം കൊട്ടും, അങ്ങനെയൊക്കെ ആൾക്കാരെ ആകർഷിക്കുവാനായിട്ട് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ ധർമ്മം ചെയ്യിച്ചു. അപ്പോൾ അവർ ഈ വെയിലത്ത് കിടക്കുന്നത് മനസ്സിലാക്കാൻ അതിലൊരു പന്തലിട്ട് അവിടെ ഇങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് പന്തലിട്ടിട്ട് 8 വർഷത്തോളം സഭയുടെ ചരിത്രത്തിലുള്ള 8 വർഷത്തോളം അവിടെ പന്തലിട്ട് കൊടുത്ത് അവിടെ കിടന്നുകൊണ്ടാണ് യാചന. അത് കഴിഞ്ഞ് വീണ്ടും അവരെ കുറച്ചുകൂടെ അങ്ങനെ ഒലിപ്പിച്ചിട്ട് പറയുകയുണ്ട്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് പിരിവൊക്കെ എടുത്ത് ഇവരെ സഹായിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അതിൽ വിശ്വം വന്ന പരിശ്രമത്തിൽ ഇവരെ കരുതുവാനായിട്ടൊരു സ്ഥാപനം തുടങ്ങുവാനായിട്ട് അങ്ങനെയാണ് 2 ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങി 3 കുടിലുകൾ വെച്ചാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1948 ഡിസംബർ മാസം 25-ാം തീയതി പ്രവർത്തനം കൊണ്ടാടിയപ്പോൾ ലോകത്തിൻ്റെ അമ്മയെ മദർ തെരേസയാണ് അത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് അന്ന് പങ്കെടുത്ത ഒരാളാണ് ശ്രീ വർഗീസ് മണ്ണാട്. അപ്പോൾ പറയുക അനുഭവം പങ്കുവച്ചു. അത് കടന്നു വന്ന ചിത്രകഥ ബാലനായിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ പങ്കെടുത്ത അനുഭവം പങ്കുവച്ചത് ഓർത്ത് ആ തരത്തിൽ അനേക പ്രശസ്തർ ഇവിടെ വന്നിട്ട് ഇന്ത്യ പ്രസിഡന്റായിരിക്കുന്ന ശ്രീ വി ഗിരി അങ്ങനെ തുടങ്ങിയ അനേകർ ഇവിടെ വന്നിട്ടുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ കൊല്ലത്തെ മദർ തെരേസ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഗതി മന്ദിര അല്ലെങ്കിൽ അഗതി ദിനമായിട്ട് കൊണ്ടുവരുന്ന ദിവസം അത് ഇവിടെ വെച്ചായിരുന്നു. മന്ത്രിമാരെ നേതാക്കളെല്ലാം പങ്കെടുത്ത് എത്തിക്കുകയാണ്. എല്ലാ മന്ദിരങ്ങളിലും എല്ലാവർക്കും വേണ്ടുന്ന പരിചരണം നമ്മൾ നൽകുന്നു. ഇപ്പോൾ അത് ാണ് ആൾക്കാരെടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പുതിയൊരു ബ്ലോക്കുകൂടെ പണിയുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. അതിനാണ് നമ്മൾ പണി കഴിഞ്ഞു. ഇങ്ങനെ 2 നിലയോടെ പണിയുവാനായിട്ടുണ്ട്. അതിൽ ആ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. പ്രാർത്ഥനയിൽ സാധനം ഓർക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ ദൈനംദിന കാര്യങ്ങളെന്ന് ചോദിച്ചാൽ തന്നുള്ള ഇതുപോലെയുള്ള വിശേഷ അവസരങ്ങൾ ഇവിടെ വരുന്ന ധാരാളം പേര് ജന്മദിനം, വിവാഹ വാർഷികം, ജനിക്കുമ്പോൾ മറ്റേ ജോലി ലഭിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ജീവിതശൈലി രൂപപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള കരുതലിൻ്റെ ശുശ്രൂഷകളും ഇങ്ങനെയുള്ള കരുതൽ പ്രവർത്തനങ്ങളോട് ചേർന്ന് ആഘോഷ അവസരങ്ങളുമൊക്കെ അർത്ഥവത്താക്കി തീർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രിയപ്പെട്ട എൻ്റെ അളിയൻ്റെ എൻ്റെ ബന്ധുക്കളോട് ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പങ്കു ചേരാനായിട്ട് ഇടയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും ലഭിച്ചത് വളരെ സന്തോഷം. 30 വർഷം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ ദൈവമുള്ള ചെറിയട്ടെ. പിതാവിൽ എൻ്റെ കഥയിലാകുന്നു എന്നുള്ളത് ഓർമ്മത്തെ സ്തുതിക്കുന്നു എന്ന് ഓർമ്മപ്പെടുന്നു. വിവാഹ ജീവിതത്തിൽ 30 വർഷം പിന്നിടുന്നതായിട്ടുള്ള മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ അവിടുന്ന് നന്നായി ചേർത്തതായിട്ടുള്ള സമയം നിമിഷങ്ങളെയും ഒരു കുടുംബമായി ജീവിതത്തെ ബോധപ്പെടുത്തുവാനും ദൈവം തങ്ങളെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നിറവേറ്റുവാനും ഇത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. കുടുംബജീവിതം ആരംഭിച്ച മുതൽ അവർ വലിയൊരു നിയോഗമാണ് കർത്താവേ.
വീഡിയോ എടുക്കാൻ പോണേ ശരിക്ക്. ദീർഘായുഷ്മാൻ ഭവയോ എന്തോ പറഞ്ഞു. അയ്യോ അപ്പാണ്. ഇതെന്റെ ചേച്ചിയാ. കൊച്ചി ഇവരുടെ തമ്മിൽ സൗഹൃദ ബന്ധത്തിന്റെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അടിപൊളിയാ. രണ്ടും കൂടെ ഈ റിസർച്ചിന്റെ സമയത്തെ പിന്നെ പൈനാപ്പിൾ പറിക്കാൻ പോയി. പൈനാപ്പിൾ പറിക്കാൻ പോയിട്ട് ഒരാളുടെ മണ്ടയ്ക്ക് അങ്ങ് ചാർത്തി അടി മുഴുവൻ കൊണ്ടിട്ട്. അല്ല അടിയാറെ കൊണ്ടേ. അയ്യോ എൻ്റെ ബ്രദർ മരിച്ച ആദ്യത്തെ so high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Dangerous times, don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind.